വിയൂരിൽ നിന്ന് കടന്നു കളഞ്ഞ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനെ തെങ്കാശിയിൽ നിന്ന് കണ്ടെത്തി. പോലീസ് പരിശോധനയ്ക്കിടെ പാറയിടുക്കിൽ വീണ് ബാലമുരുകന് ഗുരുതരമായി പരിക്കേറ്റു. ബാലമുരുകന്റെ 15 മീറ്റർ അകലത്തിൽ തമിഴ്നാട് പോലീസ് എത്തിയപ്പോൾ പാറയുടെ മുകളിൽ നിന്ന് അയാൾ എടുത്തു ചാടുകയായിരുന്നു. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, രാത്രിയിൽ തമിഴ്നാട് പോലീസ് തെരച്ചിൽ നടത്തുന്നുണ്ടോ ഇയാളെ കണ്ടെത്താൻ? അതോ നാളെ രാവിലേക്ക് മാറ്റിയിരിക്കുകയാണോ? ഇയാളുടെ ആരോഗ്യനില എങ്ങനെ? ഇയാൾ അവിടെ തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാണോ ഈ ഘട്ടത്തിൽ? വിജയകുമാർ, ഇപ്പോഴും ഈ ദൗത്യം തുടരുകയാണ്. ഈ തമിഴ്നാട് പോലീസും അതോടൊപ്പം തന്നെ തമിഴ്നാട് ഈ അഗ്നിരക്ഷാ സേനയുടെ അംഗങ്ങളും അടക്കം ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം 22 മണിക്കൂറിലധികമാകുന്നു ഈ ദൗത്യം തുടങ്ങിയിട്ട്. ഇന്നലെ രാത്രിയാണ് ഈ ബാലമുരുകൻ വീട്ടിലേക്ക് എത്തുന്നത്. ഭാര്യയെ കാണുന്നതിന് വേണ്ടി ആട് മേയ്ക്കാൻ എത്തുന്ന ആളുടെ വസ്ത്രം ധരിച്ച് ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ മഫ്റ്റിയിലുണ്ടായിരുന്ന പോലീസുകാർ ബാലമുരുകനെ തിരിച്ചറിയുകയും കൂടുതൽ ഫോഴ്സ് ആ മേഖലയിലേക്ക് വിളിച്ചു വരുത്തി ഈ ബാലമുരുകനെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുകയായിരുന്നു. അതോടുകൂടി ഈ ബാലമുരുകൻ സമീപത്തെ മലയിലേക്ക് ഓടിക്കയറി. പക്ഷെ അത് 1000 അടി ഉയരത്തിലുള്ള ചെങ്കുത്തായ മലനിരയാണ്. ഈ കടയത്ത് മല എന്നാണ് പറയുക. ഈ കടയത്ത് മലയിലേക്ക് കയറിയ ബാലമുരുകനെ ഇന്നലെ രാത്രി കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നലെ ഈ സംഘത്തിലുണ്ടായിരുന്ന 5 പോലീസ് ഉദ്യോഗസ്ഥർ ഈ മലയിലെ ഒരു പാറയിടുക്കിൽ കുടുങ്ങുകയും ചെയ്തു. അവരെ പോലും ഇന്നലെ രാത്രി ഫയർഫോഴ്സ് അംഗങ്ങൾ എത്തിയെങ്കിൽ പോലും രക്ഷിക്കാൻ സാധിച്ചില്ല. ഇന്ന് നേരം പുലർന്നതിന് ശേഷമാണ് അവരെ പോലും അതിന് മുകളിൽ നിന്ന് ഇറക്കാൻ സാധിച്ചത്. അതിനിടയിൽ ഈ തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് ഈ വൈകുന്നേരത്തോടുകൂടി ബാലമുരുകനെ കണ്ടെത്തുകയും 15 മീറ്റർ അകലത്തിൽ പോലീസ് എത്തുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് 150 മീറ്റർ താഴ്ചയുള്ള ഒരു മലയിടുക്കിലേക്ക് ബാലമുരുകൻ ചാടിയത്. പക്ഷേ ഈ മലയിടുക്കിൽ വീണ ബാലമുരുകനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ നൈറ്റ് വിഷൻ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ ബാലമുരുകനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. ബാലമുരുകന് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ബാലമുരുകനെ പിടികൂടുന്നതിനുള്ള ദൗത്യം ഈ രാത്രി അസാധ്യമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 90 കേസുകളാണ് ബാലമുരുകന്റെ പേരിലുള്ളത്. വിയൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിനിടയിലാണ് തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് ആഴ്ചകൾക്ക് മുൻപ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. വിജയകുമാർ. യെസ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഈ ബാലമുരുകന്റെ ഏതാണ്ട് 15 മീറ്റർ അകലത്തിൽ പോലീസ് എത്തിയതോടെ ഇയാൾ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവിടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. കൊടും കുറ്റവാളിയാണ്. അയാളെ കണ്ടെത്താൻ തമിഴ്നാട് പോലീസും കേരള പോലീസും ഒക്കെ സംയുക്തമായി തെരച്ചിൽ പലയിടത്തും നടത്തുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ നാളെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായേക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.